മലപ്പുറം. കുവൈത്തിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിൽ പരീക്ഷണാർത്ഥം ആധുനിക ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ചതായി ഗതാഗത വകുപ്പ് അറിയിച്ചു. ഗതാഗത നിയമം ലംഘിക്കുന്ന നിരവധി വാഹനങ്ങളുടെ ചിത്രം ഒരേ സമയം പകർത്താൻ കഴിവുള്ളതാണ് പുതിയ ക്യാമറകൾ. പരീക്ഷണം വിജയകരമാവുകയാണെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ റോഡിലും ഇത്തരം ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള അൽ മുഹന്ന അറിയിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന 10ാമത് ഖത്തർ കേരളീയം സ്കൂൾ കലോത്സവം നാളെയും മറ്റന്നാളുമായി ദോഹയിൽ നടക്കും. വിവിധ സ്കൂളുകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് FCC ഭാരവാഹികൾ പറഞ്ഞു. അൽ അറബി സ്പോർട്സ് ക്ലബ്ബിലും FCC ഹാളിലുമായാണ് പരിപാടികൾ നടക്കുക. ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ SYF സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിനും സത്യാധാര ദ്വൈവാരിക ജനറൽ മാനേജർ സുലൈമാൻ ദാമിരി പെരിന്തൽമണ്ണയ്ക്കും സ്വീകരണം നൽകി. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേരള ഇസ്ലാമിക് സെന്റർ SKSSF നേതാക്കളാണ് സ്വീകരണം നൽകിയത്. ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് AV അബൂബക്കർ ഖാസിമി, ഖത്തർ റേഞ്ച് പ്രസിഡന്റ് KK മൊയ്തു മൗലവി തുടങ്ങിയവർ സ്വീകരിക്കാനെത്തി. സൗദിയെയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് ക്രോസ്വേയുടെ മധ്യത്തിൽ പുതിയ ദ്വീപ് നിർമ്മിക്കുമെന്ന് കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കോസ്വേ വഴി റെയിൽവേ പാളം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. സൗദി തീരത്തോടടുത്ത് പുതിയ ദ്വീപ് നിർമ്മിക്കാനാണ് കോസ്വേ അതോറിറ്റി കരാർ ഒപ്പുവച്ചു. സമാനമായ ദ്വീപ് ബഹ്റൈൻ ഭാഗത്തും നിർമ്മിക്കും. പാസ്പോർട്ട് പരിശോധന, വാഹനങ്ങൾക്ക് കൂടുതൽ ലൈനുകൾ എന്നിവയാണ് പുതിയ ദ്വീപ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം. ദിവസവും 40,000 പേർ കോസ്വേ കടക്കുന്നുണ്ടെന്നാണ് അതോറിറ്റിയുടെ കണക്ക്. റിസാല സ്റ്റഡി സർക്കിൾ കുവൈത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച 6ാമത് ദേശീയ സാഹിത്യോത്സവത്തിൽ 363 പോയിന്റ് നേടി ജിലീബ് സോണി ജേതാക്കളായി. 282 പോയിന്റ് നേടി ഫർവാനിയ സോൺ 2ാം സ്ഥാനത്തും 279 പോയിന്റുകളോടെ ഫഫ ഫിൽസോൺ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്ന യൗവനം എന്ന ശീർഷകത്തിൽ RCC സംഘടിപ്പിച്ചു വരുന്ന യുവ വികസന വർഷ പരിപാടികളുടെ ഭാഗമായാണ് സാഹിത്യോത്സവ് 2014 അരങ്ങേറിയത്. യൂണിറ്റ്, സോൺ തലങ്ങളിൽ പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി 23 മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് 300-ൽ പരം പ്രതിഭകൾ ദേശീയ സാഹിത്യോത്സവത്തിനെത്തിയത്. അബ്ബാസിയ പാകിസ്ഥാൻ സ്കൂളിൽ നടന്ന സാഹിത്യോത്സവിൽ 4 വേദികളിലായി 45 മത്സര ഇനങ്ങൾ അരങ്ങേറി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വനിതാവേദി കുവൈത്ത് 14ാം വാർഷികാഘോഷം തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നാടക സിനിമാ പ്രവർത്തക സജിത മഠത്തിൽ മുഖ്യാതിഥിയായിരുന്നു. സർഗാഞ്ജലി 2014 എന്ന പേരിലായിരുന്നു പരിപാടി. തിരുവാതിരക്കളി മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. പൊതുയിടങ്ങളിൽ സ്ത്രീ അപമാനിക്കപ്പെടുന്നത് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾക്ക് പദവികൾ ലഭിക്കുന്നതിൽ കേരളം ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പുരുഷനെ അപേക്ഷിച്ച് കേരളത്തിലെ സ്ത്രീകളുടെ പദവി എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്വല്പം നാണിക്കേണ്ടി വരും. മാറുമറക്കൽ സമരം നടന്ന നാട്ടിൽ ചുംബന സമരം എന്ന പരിണാമത്തിന്റെ മൂല്യത്തെ കാലം തെളിയിക്കട്ടെ എന്ന് പ്രശസ്ത നാടക സിനിമാ പ്രവർത്തക സജിത മഠത്തിൽ പറഞ്ഞു. വനിതാവേദി പ്രസിഡന്റ് ടോളി പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ വാസന്തി കേരളപ്പിറവി സന്ദേശം നൽകി. സർഗാഞ്ജലി സോവനീർ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി JS ഡാങ്കി പ്രകാശനം ചെയ്തു. J സജി, ജോൺ മാത്യു, M മാത്യൂസ്, മെർലിൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു. മീൻ കാത്തിരിക്കല്ലേ ഞങ്ങള് പെണ്ണുങ്ങളുടെ പണി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഈജിപ്ഷ്യൻ ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 7 ബംഗ്ലാദേശികൾ പിടിയിൽ. വീടിനടുത്തുള്ള കടയിലേക്ക് പോകുന്നതിനിടെ ബാലികയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പീഡിപ്പിച്ച ശേഷം അവശനിലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ഫിൻതാസിൽ വെച്ചായിരുന്നു സംഭവം. രഹസ്യ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പീഡനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി അപകടഘട്ടം തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. OICC കുവൈത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ K മുരളീധരൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പുത്തൻ യാത്രാനുഭവം സമ്മാനിച്ച് ദുബായിൽ ട്രാം ഓടിത്തുടങ്ങി. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മെട്രോയും വോൾവോ ബസ്സുകളും കുതിച്ചുപായുന്ന ദുബായിലെ പുതിയ അതിഥിക്ക് ആദ്യ ദിനം തന്നെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് 6:15 ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ട്രാമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അതോടെ വിസ്മയ നഗരമായ ദുബായിയുടെ വികസന തിളക്കത്തിൽ മറ്റൊരു കയ്യൊപ്പ് കൂടി ഭരണാധികാരികൾ ചാർത്തി. എന്നാൽ ഇന്ന് രാവിലെ 6:30 മുതലാണ് പൊതുജനങ്ങൾക്കുള്ള യാത്രാ സർവീസ് ആരംഭിച്ചത്. ആദ്യ ദിനം തന്നെ യാത്രക്കാരുടെ തള്ളിക്കയറ്റം അനുഭവപ്പെട്ട ട്രാമിൽ മെട്രോയ്ക്ക് ശേഷം യാത്രക്കാർക്ക് ഇത് മറ്റൊരു നവ്യാനുഭവമായി. Great experience, clean, quiet, safe and maybe European style much more. It's feeling good. It feels like Europe. You can actually take the tram to go to one place to another place, and when we travel with the kids it's easier, faster and less tiring. It's nice. ദുബായ് മറീനയിൽ നിന്ന് ആരംഭിച്ച്
അൽസുഫുഹ് റോഡിന് സമാന്തരമായി ദുബായ് പോലീസ് അക്കാദമി വരെ 14.5 കിലോമീറ്റർ ദൂരത്തിലാണ് ട്രാം ലൈൻ സ്ഥാപിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സ്വപ്ന പദ്ധതിയാണ് ട്രാം സർവീസ്. 7 കോച്ചുകളുള്ള ഒരു ട്രാമിൽ ഒരു ഗോൾഡ് ക്ലാസും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള 2 സിൽവർ ഉൾപ്പെടെ 6 സിൽവർ കോച്ചുമാണുള്ളത്. വികസന ചരിത്രത്തിൽ ദുബായ് ട്രാമിലൂടെ മറ്റൊരു ഏട് കൂടി എഴുതി ചേർത്തിരിക്കുന്നു. ദുബായിൽ നിന്നും ക്യാമറ പേഴ്സൺ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. ജിദ്ദയിൽ സോഷ്യൽ മീഡിയയിലെ സജീവമായ എഴുത്തുകാരുടെയും വായനക്കാരുടെയും സൗഹൃദ കൂട്ടായ്മ നിലവിൽ വന്നു. നമുക്കൊന്ന് കൂടാമെന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട കൂടിയാലോചന യോഗമാണ് പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിന്റെ അനിവാര്യമായ മാധ്യമമാണെന്നും മറ്റേതൊരു ആധുനിക സംവിധാനം പോലെ നന്മയ്ക്കും തിന്മയ്ക്കും അത് ഉപയോഗപ്പെടുത്താമെന്നും അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകലാണ് കാലം ആവശ്യപ്പെടുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഗൾഫ് മാധ്യമം പത്രാധിപർ VM ഇബ്രാഹിം, അബൂബക്കർ എ റഹ്മാൻ, സമദ് കാരാടൻ, ഉസ്മാൻ ഇരിങ്ങാട്ടിരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വെസ്റ്റ് ബാങ്കിനടുത്ത് മരുഭൂമിയിൽ ഒരു പുരാതന ഗ്രീക്ക് സ്മാരകം. നൂറ്റാണ്ടുകളായി തീർത്ഥാടകരുടെ ആകർഷണ കേന്ദ്രമാണിവിടം. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊസൈക്ക് ഭൂപടമുള്ളത്. പുണ്യഭൂമിയായ ജെറുസലേമാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ശ്രമം കൂടി ഭൂപട പുനർനിർമ്മാണത്തിന് പിന്നിലുണ്ട്. ജോർദാനിലെ മദബ പള്ളിയുടെ മാതൃകയിലാണ് ഈ സ്മാരക ഭൂപടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് എഞ്ചിനീയർ ജോണി സോബി പറഞ്ഞു. وإن شاء الله بنحاول ندخل فيها كتاب جينيس عن طريق هاي الخارطة. 50 പേരടങ്ങുന്ന ഗ്രീക്ക് ഫലസ്തീൻ എഞ്ചിനീയർമാരാണ് പൂർണ്ണമായും മൊസൈക്കിൽ തീർത്ത ഈ ഭൂപട നിർമ്മാണത്തിനായി പ്രയത്നിച്ചവർ. 2 മില്യൺ യൂറോയാണ് നിർമ്മാണ ചിലവ്. ജെറാസിമോസിനുള്ള സ്മരണയ്ക്കായി 5-ാം നൂറ്റാണ്ടിലാണ് ഈ സ്മാരകം ആദ്യമായി നിർമ്മിച്ചത്. ഫലസ്തീൻ ജനതയുടെ സംസ്കാരവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ ഈ പുതിയ സംരംഭത്തിന് സാധിക്കുമെന്നാണ് ഫലസ്തീൻ ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ഫലസ്തീനിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ മഠങ്ങളിലൊന്നാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. إن يبرز فلسطين ثقافيا ويأكد على الهوية الفلسطينية. خارطة مأدبة من الخرائط المهمة اللي ومن أقدم الخرائط اللي بتشير لفلسطين. ഡിസംബർ അവസാനത്തോടെ ഇവിടം സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കുമായി തുറന്നുകൊടുക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് ദുബായ് നഗരസഭ തുടക്കം കുറിച്ചു. അവഡ എന്ന മാലിന്യ നിർമ്മാർജ്ജന കമ്പനിയുമായി സഹകരിച്ച് ആദ്യ ഈ മാലിന്യ വേസ്റ്റ് ബിൻ മുഹൈസനയിലെ അൽ ഇത്തിഹാദ് മാളിന് സമീപം സ്ഥാപിച്ചു. നഗരസഭയുടെ ക്ലീൻ അപ്പ് ദി വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ മാലിന്യ ശേഖരണം തുടങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ മാലിന്യ വേസ്റ്റ് ബിൻ സ്ഥാപിക്കും. പരിസ്ഥിതി സംരക്ഷണാർത്ഥമാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ച് സംസ്കരിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. 43 രാജ്യങ്ങളിൽ നിന്നായി 90 സിനിമകൾ ഈ വർഷത്തെ ഖത്തർ അജിയാൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനത്തിനെത്തും. ഡിസംബർ 1 മുതൽ 6 വരെയാണ് ദോഹയിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന 2ാമത് അജിയാൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ ഡിസംബർ 1 മുതൽ 6 വരെ ഖത്താറ കൾച്ചറൽ വില്ലേജിലാണ് നടക്കുക. 21 ഫീച്ചർ സിനിമകളടക്കം 90 സിനിമകളാണ് പ്രദർശനത്തിനെത്തുകയെന്ന് ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫീച്ചർ സിനിമകളിൽ 10 എണ്ണം പുതുമുഖ സംവിധായകരുടേതാണ്. യുവ സംവിധായകരുടെ ആദ്യ സിനിമയും 2ാമത്തെ സിനിമയും ഇവയിൽപ്പെടും. യുവാക്കളുടെ ഉത്സവമായി കണക്കാക്കപ്പെടുന്ന അജിയാൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ കുടുംബ പ്രേക്ഷകർക്കായി പ്രത്യേക പരിപാടികളും സംവിധാനിക്കുന്നുണ്ടെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ഫാത്തിമ അൽ റുമൈഹി പറഞ്ഞു. We have many family activities like the sandbox, like the photography exhibition, Frame Your Story, and also the family weekend on the 5th and the 6th, where we have many activities and shows ready for the family to come and enjoy. ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമുകളിൽ 20 എണ്ണവും പൂർണ്ണമായി ഖത്തറിൽ ചിത്രീകരിച്ചവയായിരിക്കും. വിവിധ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുന്ന അജിയാൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ യുവ സംവിധായകർക്കുള്ള മികച്ച വേദിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. ഖത്തർ ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി വാഹനങ്ങളിൽ സ്റ്റിക്കറുകൾ പതിക്കുന്നത് ട്രാഫിക് വിഭാഗം നിരോധിച്ചു. ദേശീയ ദിനത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ട്രാഫിക് വിഭാഗം മുൻകരുതൽ സ്വീകരിച്ചത്. വാഹനങ്ങൾക്ക് മുകളിലിരുന്ന് യാത്ര ചെയ്തും വാഹനങ്ങളിൽ ഡാൻസ് ചെയ്ത് ആഘോഷിക്കുന്നതും അനുവദിക്കില്ലെന്ന് ട്രാഫിക് വിഭാഗം മേധാവി അറിയിച്ചു. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.